കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൂപ്പന് എന്താ അമ്മേ പറഞ്ഞത്? അമ്മൂമ്മയ്ക്ക് എന്താ അസുഖം? എന്തോ പാവം മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും. ദേവിയുടെ ആ മൂക്കുത്തി കാണാതെ പോയതിനു ശേഷം തറവാട്ടിലിപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാ സംഭവിക്കുന്നത്. അയ്യോ, അമ്മൂമ്മയ്ക്ക് എന്താ പറ്റി? സാരല്ലെന്ന് അച്ഛൻ പറയുന്നത്. 2 ദിവസം കൂടെ നോക്കിയിട്ട് ഒരു ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു. ദേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചെന്ന് നേരത്തെ കിടന്നോ. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ. എന്താ നിനക്കൊരു പരിഭ്രമം? ഏയ്, ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ ഒത്തിരി ദിവസം കിടക്കേണ്ടി വരുമോ അമ്മേ? ആര് പറഞ്ഞു? അന്ന് ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ. ചെറിയൊരു സർജറി അല്ലേ, അത് കഴിഞ്ഞ് 1-2 ദിവസത്തിനകം നമുക്കിങ്ങ് വരാന്നേ. ദേ, ഇനി അതിനെ കുറിച്ച് ഓർത്ത് നിനക്ക് വിഷമമൊന്നും വേണ്ട. ഡാഡിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ആയിരിക്കും മോളെ വിധി. ഇങ്ങനെയൊക്കെ ആവുന്ന ആര് കണ്ടു? എല്ലാം നമ്മൾ തന്നെ നേരിട്ടേ പറ്റൂ. നീ വാ, ഒന്ന് കിടക്ക. ദേ, നേരം വൈകി, രാവിലെ എഴുന്നേക്കാനുള്ളതാ. അമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം തങ്ങേണ്ടി വരുമോ? ഏയ് ഇല്ല, മൈനർ സർജറിയാന്ന് ഡോക്ടർ പറഞ്ഞ നീയും കേട്ടതല്ലേ. ഏറിയ 1-2 ദിവസം, അതിനുള്ളിൽ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നേ. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ അമ്മേ. ഒന്നുമില്ല മോളെ, ഞങ്ങളൊക്കെ കൂടെയില്ലേ. എന്തിനു നീ പേടിക്കുന്നേ? ആ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഇനി 2 ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ നാളത്തേക്ക് തന്നെ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചേച്ചി, പേടിക്കാനൊന്നുമില്ല കേട്ടോ. സർജറി കഴിഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് വിട്ടേക്കാന്ന് ഡോക്ടർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ ഉണ്ടേ. അനന്യ അഡ്മിറ്റ് ആയ കാര്യം ഞാൻ അറിഞ്ഞു. സർജറി എന്നാണെന്ന് വല്ലതും ഡോക്ടർ പറഞ്ഞോ? ഉടനെ ഉണ്ടാവും. ഓ, അത് ശരി. ഈ റൂമില് അസൗകര്യമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷറി റൂമിലേക്ക് മാറാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ധാരാളം. മേഘ്ന, നിങ്ങൾ ഇപ്പോഴും എന്നെ ഒരു അന്യനെ പോലെ മാറ്റി നിർത്തരുത്. ഞാൻ പറഞ്ഞല്ലോ, അനന്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ചേച്ചിയെ നോക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമില്ല. പ്ലീസ്, നിങ്ങൾ ഇവിടെ വന്ന് ഇടയ്ക്കിടെ ഇങ്ങനെ സഹായം ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരുന്നാ മതി. എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്നെ എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും ഞാൻ അനന്യയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം അനന്യ എന്റെ കുഞ്ഞിന്റെ അമ്മയായിരുന്നവളാണ്. ഹേമന്തേ, അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? ദേ, എന്റെ കുഞ്ഞ് സുഖമില്ലാതെ കിടക്കുക. അവൾക്ക് അല്പം മനസ്സമാധാനമാണ് ആവശ്യം. നിങ്ങളൊന്ന് പുറത്തു പോണം. ഹേമന്ത്, താനെന്തെവിടെ? സർ, അത് ഇവരെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരുടെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി. സർ, ഇയാളെ കൂടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയൂ സർ. ഞങ്ങളുമായിട്ട് ഇയാൾക്ക് യാതൊരു അടുപ്പമില്ല. എന്താ ഹേമന്ത്, താൻ പറഞ്ഞ പോലെ അല്ലല്ലോ ഇവര് പറയുന്നത്. സർ, അത് ഈ കുട്ടിക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാ. ആക്ച്വലി മേഘനയുടെ ചേച്ചിയും ഞാൻ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അനന്യ പ്രഗ്നന്റ് ആയി. ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യേണ്ടി വന്നു. അതിന്റെ കുഴപ്പം കൊണ്ടാണ് ഇപ്പൊ ഈ സർജറി പോലും വേണ്ടി വന്നത്. സർ, ഇയാള് പറയുന്ന നുണയാ. അതിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല മോൾക്കിപ്പോ സർജറി വേണ്ടി വന്നത്. കുഴപ്പം എന്തുകൊണ്ടെല്ലാം ആവട്ടെ, പേഷ്യൻസിനോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോ ഇഷ്ടമില്ലാത്തവര് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഹേമന്ത്, താനിവിടുത്തെ സ്റ്റാഫാണ്. വിശേഷിച്ചും സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് രോഗികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ലെന്ന് അറിയില്ലേ? യു മേ ഗോ. സർ, ഞാൻ നോ, ഗോ ടു യുവർ ഓഫീസ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്.
ഇനി അയാളുടെ ഭാഗത്തുനിന്ന് ഒരു ശല്യം ഉണ്ടാവില്ല. മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഓക്കെ, ദെൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ അനന്യ, ടേക്ക് കെയർ. പുതിയ MD ഭരണപരിഷ്കാരങ്ങൾ നമ്മുടെ ബിസിനസിന് വിനയാകുമെന്ന് തോന്നുന്നല്ലോ ഡോക്ടറെ. ചെറുക്കൻ പണ്ടേ അല്പം ഫയർ ബ്രാൻഡ് ആണല്ലോ. ഇപ്പൊ വിദേശത്തെ ട്രെയിനിങ് കൂടി കഴിഞ്ഞെത്തിയപ്പോ അതിന്റെ കുറെ ജാടയും പോരും കാണും. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന പോലെ കണ്ടാ മതി. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. അത് ശരിയാ. ശേഖരൻ സാർ നമ്മുടെ കൂടെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ അയാളെ പേടിക്കുന്നത്? അല്ല ഡോക്ടറെ, ഈ ഓർഗൻ ഡൊണേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മറവിൽ നമ്മുടെ ഈ ഓർഗൻ ട്രേഡിംഗ് ബിസിനസിനെ കുറിച്ച് അയാൾക്ക് വല്ലതും അറിയോ? അറിയാതിരിക്കാൻ വഴിയൊന്നുമില്ല. തന്തയുടെ എല്ലാ ആക്ടിവിറ്റീസും മകന് പണ്ടേ അറിയാമായിരുന്നു. അപ്പൊ കൂട്ടത്തില് ഇതും അറിഞ്ഞു കാണാനാ വഴി. എങ്കിൽ പേടിക്കാനൊന്നുമില്ല. എന്നാലും ചില സമയത്ത് അയാളുടെ ചോദ്യവും പറച്ചിലും ഒക്കെ കാണുമ്പോ പുള്ളിക്ക് ഇതേക്കുറിച്ച് കാര്യമായ ധാരണയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതൊക്കെ അയാളുടെ നമ്പറല്ലേ. തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെന്ന് നമ്മളെപ്പോലുള്ളവർ വിചാരിച്ചോട്ടേന്ന് ധരിച്ചു കാണും. അതൊന്നും താൻ മൈൻഡ് ചെയ്യാൻ പോണ്ട. അല്ല, എവിടെ പുതിയ പേഷ്യൻസിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരെയും കണ്ടില്ലല്ലോ. എന്റെ ഡോക്ടർ ഒന്ന് ക്ഷമിക്കേ. ഇതൊക്കെ ഓടിച്ചെന്ന് കടയിൽ നിന്ന് വാങ്ങാൻ വരുന്ന കാര്യങ്ങളാണോ? ഒരുത്തിയെ കണ്ടെത്തി അതിനെ വളച്ച് നമ്മുടെ സെറ്റപ്പിലേക്ക് കൊണ്ടുവരണ്ടേ? അതിനൊക്കെ സമയമെടുക്കും. അല്ല, അതൊക്കെ പോട്ടെ, തന്ന പേഷ്യന്റിന്റെ കാര്യം എന്തായി? അതിപ്പോ ഇന്നുകൊണ്ടെല്ലാം ഫിനിഷ്ഡ് ആവില്ലേ? ഇന്ന് അവളുടെ സർജറി. ആ, അത് ഞാൻ അറിഞ്ഞു. എന്തായി? കിഡ്നിക്ക് റെസിപ്പിയന്റിനെ കിട്ടിയോ? പിന്നെ കിട്ടാതെ അയാള് പണം മുൻകൂർ അടച്ചിരിക്കല്ലേ. എന്നിട്ട് അതിന്റെ കമ്മീഷനൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. എടോ, താനിങ്ങ് ധൃതി പിടിക്കാതോ. സർജറി കഴിഞ്ഞ് അവളുടെ കിഡ്നി റിമൂവ് ചെയ്ത് ഇവിടുന്ന് ആ ഓർഗൻ എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞ ഉടനെ തന്റെ അക്കൗണ്ടിലെ കമ്മീഷൻ ക്രെഡിറ്റ് ആയിരിക്കും. അല്ല, മുൻകാമിയുടെ കിഡ്നി നമ്മൾ എടുക്കുന്നതിൽ തനിക്ക് വിഷമമൊന്നുമില്ലല്ലോ? വിഷമോ? എന്തിന്? വിഷമം ഇല്ലെന്ന് മാത്രമല്ല, അവൾ അങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണാനേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവളുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഡൗട്ട് അടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാ. അല്ലെങ്കിൽ 2 കിഡ്നി എടുത്തോളാം ഞാൻ ഡോക്ടറോട് പറയുമായിരുന്നു. അത് വേണ്ട. നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അടുത്ത ആളെ എപ്പോ കൊണ്ടുവരും? അതൊക്കെ എത്തിച്ചിരിക്കും. അതിനു മുമ്പ് എന്റെ കമ്മീഷൻ ക്രെഡിറ്റ് ആവണം. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. താൻ ധൈര്യമായിട്ടിരിക്കുക. എന്നാ ശരി, സർജറിക്ക് സമയമായി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ.